അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തറക്കല്ലിടാൻ പോവാണ് അല്ലേ സുഹൃത്തുക്കൾ? നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറയാം ആ രൂപത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഇത്താൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ പലരും കൗതുകപൂർവ്വം കണ്ടത് കേരളത്തിലൊക്കെ ഇങ്ങനെ ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടോ ഇപ്പോഴും എന്നൊക്കെയാണ് കമൻറ്റിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ അങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ടപ്പോൾ ഇദ്ദേഹമാണ് എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നത്. ലത്തീഫ് എന്നാണ് പേര്. ഇത് ഈ ഒരു അവസ്ഥ അത് ആ അവസ്ഥയിൽ എപ്പോഴും കിടക്കുന്നുണ്ടോ. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ കിടക്കാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ മഴ പെയ്ത് ഫുള്ള് ഇങ്ങോട്ടൊക്കെ നനഞ്ഞ് ഒക്കെ വീഴാറായിട്ടുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കയറുമ്പോൾ ശരിക്കും എന്താ പറയുക, ആ നനഞ്ഞ മണ്ണിൻ്റെ മണം എന്ന് പറയില്ലേ, ആ രൂപത്തിലുള്ള ആ മണം കേട്ടോ ഇവിടേക്ക് ശരിക്ക് അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ രൂപത്തിൽ തന്നെ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കാനൊരു കാരണമുണ്ട്, കാരണം അതൊരു സന്തോഷ വാർത്ത കേട്ടോ. അപ്പോൾ അതെന്താ ഞാൻ അറിയിക്കാം. അപ്പോൾ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ. താമസിക്കണമെന്ന് പറയാൻ പറ്റില്ല, കിടക്കാൻ വേണ്ടി മറ്റൊരു വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്തതാ ഇവിടെ വന്നപ്പോൾ എന്നും പതിവ് പോലെ ഭക്ഷണം വെക്കുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻറ്റൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഇവിടേക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടി പോയി. അപ്പോൾ ഇപ്പോൾ ഒന്ന് കണ്ടു കിട്ടാ. അപ്പോൾ തടം ചോദിക്കുന്നത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ശരിക്കും അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അതിലല്ലേ ടാർപ്പായിട്ടേക്ക് എന്താ പറയുന്നത്. മഴ പെയ്യുമ്പോൾ ഈ മരക്ക് നനയില്ലേ, അതെന്താണ് അവിടെ സൂക്ഷിക്കണപ്പോൾ? അതായത് ഈ എന്താ പറയുക പട്ടയുടെ, അതായത് തെങ്ങും പട്ടയുടെ ഓല അതൊക്കെ ടാർപ്പായിട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ചോറ് വെച്ച് കളിച്ചാൽ മതിയാ? അത് പോരാ. ആണ് എന്താ കാര്യം പ്രശ്നം ആണാ ഈ മൈക്കൊന്നും ഇങ്ങനെ വെച്ചേ? അപ്പൊ ഈ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇരുന്നിട്ട് കഴിക്കുക? എവിടെ എവിടെ ഇരുന്ന് കഴിക്കും? കറി എവിടെ? കറി വെച്ചിട്ടില്ല. എന്താ വെക്കണെന്ന്? തക്കാളി ചമ്മന്തി. എന്നും തക്കാളി ചമ്മന്തിയാ? ഇവിടെ വെക്കാക്ക് ബുദ്ധിമുട്ടാ. ഞാൻ അന്ന് വന്നപ്പോൾ തക്കാളി ചമ്മന്തി ഇരുന്നല്ലോ. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം വേണ്ട, നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? വേണ്ടേ? വേണം. അപ്പൊ ഒന്നും കൂടെ നീങ്ങുന്ന എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. ഇന്നൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളതൊരു സങ്കടപ്പെട്ടിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഇന്ന് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സന്തോഷമാണ്. സന്തോഷല്ലേ? എന്താണ് സന്തോഷം എന്ന് പറഞ്ഞു കൊടുത്ത്? സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്താൻ്റെ അടുത്ത് വന്നിരുന്നു. ഇവിടെ നമ്മളൊരു 4-5 പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളായിട്ട്. കാരണം നിങ്ങളൊരു സപ്പോർട്ട്, ഞാൻ അന്ന് പറഞ്ഞത് ഞാനൊരു ചാരിറ്റി പ്രവർത്തന കാര്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ആ ഒരു വിശ്വസ്തത, അതായത് നമ്മളിൽ അർപ്പിച്ച ആ ഒരു വിശ്വസ്തത, അതിന് എങ്ങനെ നന്ദി പറയുന്നത് അറിയില്ല. ആ ഒരു സന്തോഷമാണ് ഈ കാണുന്നത്. ഓരോ വ്യക്തികളും നമ്മളെ പേജിൽ പോയി തിരഞ്ഞ് നമ്മുടെ നമ്പർ കണ്ടെത്തി വാട്സപ്പിലൂടെ ഇവരുടെ കാര്യങ്ങൾ ചോദിച്ച് ഇവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ച് ഇട്ട് കൊടുത്ത ക്യാഷാണ് ഈ കാണുന്നത്. ഇനി കാണാൻ പോകുന്ന ആ ഒരു സന്തോഷം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇത്താനെ കൂട്ടി, ഞാനെന്നല്ല ഇവിടുത്തെ കുറച്ച് ടീമുകളെ കൂട്ടി, ഇവിടുത്തെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ കൂട്ടി ഈ താത്ത താമസിക്കുന്ന ഒരു വീടുണ്ട്. അതായത് രാത്രി താമസിക്കാൻ പോകുന്നത് മറ്റൊരു വീട്ടിലാണ്. ആ ഭക്ഷണം നമ്മളൊന്നും കഴിക്കില്ല, അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഭക്ഷണം ഇവിടെ ഉണ്ടാക്കലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് അയച്ച അവരൊക്കെ കൂട്ടിയിട്ടാണ് പോയിരുന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ട് അവരൊക്കെ കൂട്ടി ബാങ്കിൽ പോയി. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ഇതിൽ ഓരോരുത്തർ അയച്ച ക്യാഷ് ഇതിൽ കാണാം. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അതായത് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 8,26,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തി 4 ലക്ഷം രൂപ, എൻ്റെ പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ ഇട്ടു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ഞാൻ എത്ര വേണ്ട ബാക്കി വീടിൻ്റെ പണി ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞു 2 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. ബാക്കി വീടിൻ്റെ പണിയിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി എമിറേറ്റ്സ് മാളിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു, അതായത് എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നിന്ന്. അദ്ദേഹം വിളിച്ച് പറഞ്ഞത് അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഞാൻ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞ് അവിടുന്നും 1 ലക്ഷം രൂപ അവിടുന്ന് കൊടുത്തു. അതായത് എസാ ഹോംസ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇതിൻ്റെ വീടിൻ്റെ വർക്ക് എടുക്കുന്നത്. അവർ ചെറിയ ചെറിയ വർക്കുകളൊന്നും എടുക്കാറില്ല, വലിയ വലിയ വർക്കുകൾ എടുക്കുക. എന്നാലും ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ആ വർക്ക് അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എമൗണ്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത ഒരു സന്തോഷം നമുക്ക് പറയാനുള്ളത്. ഇവിടെ അല്ല നമ്മൾ വീട് വെക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വീട് വെച്ചാൽ ഇവിടുത്തെ പ്രദേശത്തെ വാസികളോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെങ്കിൽ ഇവിടെ വീട് വെച്ചാൽ ഇപ്പം താമസിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും. അതായത് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റില്ല. എന്താ കാരണം? കാടടുത്താണ്. അതായത് രാത്രി പകലൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പോഴും 6 വർഷമായിട്ട് രാത്രി ഒരു വീട്ടിലായത് ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഒറ്റക്ക് താമസിക്കത്താക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ താമസിക്കുന്ന ആ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റി.
അപ്പോൾ ഈ ഒരു എമൗണ്ടിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ഇവരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ. ഇവരൊക്കെയാണ് ക്യാഷ് അയച്ചിട്ടുള്ളത്. അവരുടെ പേരും കാര്യങ്ങളും എത്ര വന്നിട്ടുണ്ടെന്നുള്ള താൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ഡീറ്റെയിൽസ് ആണിത്. ഇവര് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവര് വന്നതാണ്. ആണ് 1000 നന്ദി പറഞ്ഞാലും തീരില്ല. അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം എല്ലാ ജനങ്ങൾക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 6 വർഷമായിട്ട് താമസിക്കുന്നത് അല്ലേ? ആണ് എന്ത് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത് കേട്ടോ. ഇവിടെയാണ് 6 വർഷമായിട്ട് ഇത്ത വൈകുന്നേരത്ത് കിടക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ എത്ര വർഷമായിട്ട് ഉണ്ട്? 7 വർഷമായിട്ടുണ്ട്. 7 വർഷമായിട്ട് ഇതാ ഈ ഒരു വീട്ടിൽ 7 വർഷം. മറ്റുള്ളവരൊക്കെ ഒരു വീട്ടിലേ എത്ര ആയാലും ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കൊരു അസ്വസ്ഥത. പക്ഷെ നിങ്ങള് ഒരു തന്നെ പോലെ ഇവിടെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവരുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ എവിടെയെങ്കിലും വീട് വെക്കുകയാണെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചേക്കണം. ഒന്ന് നോക്കിയാൽ നേരെ ഫ്രണ്ടിൽ അങ്ങോട്ട് നോക്കിയാൽ ഈ സ്ഥലത്താണ് ഇനി നമ്മൾ വീട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ വെക്കാനുള്ള ഒരു തറയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ തറക്കല്ലിടാൻ പോവാണ് അല്ലേ? ഇവരാണ് ആ ഒരു ടീം. അതായത് എസ ഹോംസ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. ബ്രദറാണ്, അതുപോലെ തന്നെ ഇവരുടെ ടീമാണ്. ഒരു ടീം തന്നെ വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ വർക്ക് ഇവർ തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷത്തിലേക്ക് കയറാണ്. അപ്പോൾ ആദ്യത്തെ കല്ല് നിങ്ങളുടെ കൈകൊണ്ട് കൊടുത്ത കുറേ കാലമായിട്ട് നിങ്ങൾ തന്നെ നോക്കില്ലേ? ഓക്കെ. അപ്പോൾ നേരെ ആ കല്ല് ആദ്യത്തെ ആ ഒരു കല്ല് നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട് ഇങ്ങനെ താമസിക്കുമ്പോൾ നിങ്ങളവിടെ പോയി കാണാറുണ്ടോ? കാണുമ്പോൾ നിൽക്കും ഇടക്കിടക്ക് പറയാറുണ്ട് താത്തയുടെ കാര്യം. ഇടക്കിടക്ക് ആരോട് പറയാറുണ്ട്? എന്റെ താത്തയുടെ നമുക്ക് വെച്ചുകൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മള് വെച്ചുകൊടുക്കും. നമുക്കില്ലല്ലോ. പിന്നെ ഇവര് പഞ്ചായത്തിലൊക്കെ അങ്ങനെ പോയിട്ട് വീടിനൊക്കെ അപേക്ഷിച്ചതാണ്. കൊറേ വട്ടം പറഞ്ഞു, അതൊന്നും ഇതുവരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഒരു 50,000 തരാറ് എന്തായി? 50,000 തന്നിലത്തെ 25,000 എനിക്ക് വർക്കിന് തന്നത് അവര് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വീട് വെക്കൊണ്ട് തിരിച്ചു ചോദിക്കാണ് ആണല്ലേ? അതെ, തിരിച്ചു കൊടുത്താണ്. കാരണം അവിടെ നമ്മൾ ഇനി വർക്ക് ചെയ്യണില്ല. അപ്പോൾ ചോദിച്ചെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ കാണുന്ന, അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട് അതിൽ നമ്മുടെ ഒരു ഇവരുടെ ഒരു അവസ്ഥ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത, അതായത് പേര് പോലും പറയരുതെന്ന് പറഞ്ഞ് വന്ന ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കണ്ടത്. ഇത്തൊക്കെ കൂടി പോയിട്ടായിരുന്നു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എങ്ങനെ നന്ദി പറയണം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകളില്ല. വേറൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി വേണ്ടത്, ഇതിലൊരു കുഴൽക്കിണറിൻ്റെ ആവശ്യമുണ്ട്. വെള്ളമായിട്ടില്ല, കറണ്ട് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ ഒരു കിണറൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണാം. ഇത്ത കയറണ്ടേ? ഇനി ഒരു വീഡിയോ വെച്ചിട്ടാ